ബാക്ക് ടു സൈലം ബാങ്കിങ്. ഇന്ന് ഇംഗ്ലീഷ് ക്രാക്കേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കാണുക. ചാനലിലുണ്ട് ഐ ആൻഡ് ഓൾവേസ്. അതിന്റെ എക്സെപ്ഷൻസ് പഠിച്ചു വെക്കുക, നോട്ടിൽ എഴുതി വെക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റീവ് ആൻഡ് ആക്ഷൻ വെർബുകളെ കുറിച്ചാണ്. അതായത് സ്റ്റേറ്റീവ് വെർബ് എന്ന് വെച്ചാൽ എന്താണ്, ആക്ഷൻ വെർബ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് അറിയോ? ആക്ഷൻ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള വെർബുകൾ, നടക്കുക, ഓടുക, ചാടുക, എഴുതുക, വായിക്കുക, എല്ലാം എന്താണ്? ആക്ഷൻ വെർബ്സ് ആണ്. സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത വെർബുകളെ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയാം. ലവ്, ഹെയ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ എന്താണ്? സ്റ്റേറ്റീവ് വെർബുകളാണ്. അപ്പോ ഇവർക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ഫിസിക്കൽ ആക്ഷൻസിലൂടെ ING യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റേറ്റീവ് വെർബുകൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലാത്തതുകൊണ്ട് ING നമുക്ക് അവരുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവരിൽ എക്സെപ്ഷൻ വരുന്ന ഒരു 5 ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇവരുടെ കൂടെ ING യൂസ് ചെയ്ത് നമുക്ക് ഇവരെ എന്താക്കാൻ പറ്റും? ആക്ഷൻ വെർബ് ആക്കാനും പറ്റും. അതേസമയം ING ഇല്ലാതെ ഇവർക്ക് സ്റ്റേറ്റീവ് വെർബായിട്ട് ആക്ട് ചെയ്യാനും പറ്റും. സോ എന്താണ് സ്റ്റേറ്റീവ് വെർബ്സ്? സ്റ്റേറ്റീവ് വെർബ്സ് ആർ വെർബ്സ് ദാറ്റ് എക്സ്പ്രസ് എ സ്റ്റേറ്റ് rather than an action. ഒരു സ്റ്റേറ്റിനെ കാണിക്കുന്ന, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ് എന്ത്? സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. They usually relate to thoughts, emotions, relationships, senses, state of being and measurements. കണ്ടല്ലോ, ഇതൊക്കെയാണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് വെർബ് എന്ന് നമ്മൾ, സ്റ്റേറ്റീവ് വെർബ് എന്ന് നമ്മൾ പറയുന്നത്. These verbs are not usually used with ING. നമ്മൾ ഇവരുടെ കൂടെ ആരും ഉപയോഗിക്കില്ല, ING ഉപയോഗിക്കില്ല. And even though they may take on time expressions such as now and at moment, we use simple tense for them. So ഇങ്ങനെയുള്ളവരിൽ ഒരു 5 പേര് എക്സെപ്ഷൻസ് ആയിട്ടുണ്ട്. ഈ 5 പേര് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? സ്റ്റേറ്റീവ് വെർബിൽ നിന്ന് മാറി ആക്ഷൻ വെർബ് ആക്കാൻ പറ്റും. ആരൊക്കെയാണ് അവര്? ഇവരാണ് അവര്. See, hear, smell, appear, taste, have. സോ ടോട്ടൽ എത്ര ഉണ്ട്? 6 ഉണ്ട് കേട്ടോ. ഞാൻ 5 എന്നാ പറഞ്ഞത്. മൊത്തത്തിൽ 6 പേരുണ്ട്. 6 പേരെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. ആദ്യത്തെ ആൾ നോക്കിക്കേ, സി. സി എന്ന് വെച്ചാൽ എന്താ? പെർസീവ് വിത്ത് ഐസ്. നമുക്ക് എല്ലാം കാണാൻ പറ്റും അല്ലെ? നമുക്ക് കാഴ്ചയുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു സ്റ്റേറ്റീവ് വെർബാണ്. അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ മനഃപൂർവ്വം അല്ല ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നു. അതെന്താണ്? ഒരു സ്റ്റേറ്റീവ് വെർബാണ്. പക്ഷെ ഇതൊരു ആക്ഷൻ വെർബ് ആവുന്നു. എങ്ങനെ? നമ്മൾ ഈ സിയുടെ കൂടെ ING ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് മാറാണ്. സീയിങ് മീൻസ് ടു മീറ്റ്. നമ്മൾ ഐ ആം സീയിങ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ, സീയിങ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ നാളെ ഒരു ഡോക്ടറിനെ കാണുന്നു. നേരിട്ട് കാണുന്നു എന്നാണോ? അല്ല, ഞാൻ മീറ്റ് ചെയ്യാണ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റീവ് വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്ത് നമ്മൾ അതിനെ എന്താക്കി? ആക്ഷൻ വെർബിനെ ആക്കി മാറ്റി. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൈ ഫാദർ ഈസ് സീയിങ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് ദ വർക്ക് പ്രോപ്പർലി. സി, മൈ ഫാദർ ഈസ് സീയിങ് ദാറ്റ്. എൻ്റെ അച്ഛൻ മീറ്റ് ചെയ്യുകയാണ്, നീ വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് നീ വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് എൻ്റെ അച്ഛൻ മീറ്റ് ചെയ്യാണെന്ന് പറയോ? ഇല്ല, എൻ്റെ അച്ഛൻ കാണുകയാണ്, നീ വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ആക്ച്വലി അതൊരു സ്റ്റേറ്റീവ് വെർബാണ്. മൈ ഫാദർ ഈസ് വേണോ? വേണ്ട. സീസ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് ദി വർക്ക് പ്രോപ്പർലി. നോട്ട് ഡൂയിങ് ദി വർക്ക് പ്രോപ്പർലി. ഇനി അടുത്ത് നോക്കാം. മൈ മദർ സീസ് ദി ഡോക്ടർ ദിസ് വീക്ക്. എൻ്റെ അമ്മ ഈ ആഴ്ച ഡോക്ടറിനെ കാണുന്നു, നേരിട്ട് കാണുന്നു എന്നാണോ? അല്ല, മീറ്റ് ചെയ്യാണ് എന്നൊരു മീനിങ് ആണ് വരേണ്ടത്. അപ്പൊ എന്ത് എഴുതണം? മൈ മദർ ഈസ് സീയിങ് ദി ഡോക്ടർ ദിസ് വീക്ക്. കണ്ടോ? അപ്പോ സ്റ്റേറ്റീവ് വെർബും ആക്ഷൻ വെർബും മാറിയത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സെപ്ഷൻ നോക്കിയാലോ? ഹിയർ. ചെവി കൊണ്ട് നമുക്ക് കേൾക്കാം അല്ലെ? ഇപ്പം പുറത്തൊരു സൗണ്ട്, ഒരു തണ്ടർ ഉണ്ടാവുകയാണ്. നമുക്ക് എല്ലാവർക്കും, കേൾവി ശക്തിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അത് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഹിയറിംഗ് ആവുമ്പോൾ എന്താണ് അതിന് അർത്ഥം വരുന്നത്? അതിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി മാറി. നമ്മൾ കോർട്ടിലൊക്കെയാണ് ഹിയർ ചെയ്യുന്നത് അല്ലെ? നമ്മൾ കോർട്ടിൽ ഒരു കേസൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതിനെ ഹിയറിംഗ് എന്ന് വിളിക്കും. സോ ഹിയർ എന്ന് വെച്ചാൽ എല്ലാവർക്കും, ടു പെർസീവ് വിത്ത് യുവർ ഇയേഴ്സ്, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ കോർട്ടിൽ നടക്കുന്ന അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. സോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മൈ ഫാദർ ഈസ് ഹിയറിംഗ് ദാറ്റ് യു ആർ ഗോയിങ് ടു ലണ്ടൻ. ശരിയാണോ? കാണുമ്പോഴേ ഹിയറിംഗ് എവിടെ നടക്കുന്നത്? കോർട്ടിലാണ് നടക്കുന്നത്. എൻ്റെ അച്ഛൻ കേട്ടു എന്നാണ് പറയേണ്ടത്. അപ്പൊ എന്താ എഴുതേണ്ടത്? മൈ ഫാദർ hears that you are going to London. ഇനി the judge hears the case today. അപ്പോഴേ അറിയാം അതവിടെ തെറ്റാണ്. എന്ത് വരണം? The judge is hearing
the case today. ഇനി അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? സ്മെൽ അല്ലേ? നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നല്ലൊരു ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബിരിയാണിയുടെ മണം വരും. ചിക്കൻ ബിരിയാണി, അത് ദമ്മൊക്കെ പൊട്ടിച്ച ബിരിയാണി ആലോചിക്കുമ്പോൾ തന്നെ ഹായ് ബിരിയാണി മണക്കുന്നു. അതുപോലെ നമ്മൾ ആളുകളെയൊക്കെ സ്മെല്ല് കൊണ്ട് ഓർത്തിരിക്കാറുണ്ടല്ലോ. ചില ആൾക്കാരെയൊക്കെ നമുക്ക് ചില സ്മെല്ല് വയ്ക്കുമ്പോൾ ഇത് ഇന്നയാളുടെ പെർഫ്യൂമാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ സ്മെല്ലാണെന്നൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അല്ലെ അമ്മയുടെ സ്മെല്ലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അമ്മമാർക്കൊരു സ്മെല്ലുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഹായ് അപ്പോൾ എന്തെങ്കിലും ഒരു അമ്മയുടെ ഒരു ഡ്രസ്സോ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് അമ്മേൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് പെട്ടെന്ന് റിമെമ്പർ ചെയ്യാനായിട്ട് പറ്റും. സോ സ്മെൽ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. പക്ഷെ സ്മെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ING ഫോം വന്നപ്പോൾ അതെവിടെ എന്തായി? ഇന്റൻഷനലി ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയി. ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് റോസാപ്പൂവിൻ്റെ മണം അറിയാം, മുല്ലപ്പൂവിൻ്റെ മണം അറിയാം. അപ്പം നിങ്ങൾ ഞാൻ ടുലിപ്പ് കൊണ്ടുതരാം, നിങ്ങൾക്ക് ടുലിപ്പിൻ്റെ സ്മെൽ അറിയോ? എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയോ? അറിയാമെങ്കിൽ വെരി ഗുഡ്. അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പൂവ് കൈ കിട്ടുമ്പോൾ മണത്ത് നോക്കും, ഹായ് ടുലിപ്പ് നല്ല മണമുണ്ട്. സോ സ്മെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻഷനലി നമ്മൾ എന്ത് ചെയ്യുക? സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അതവിടെ എന്തായി? ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയി. നോക്കിയേ, എ റോസ് ഈസ് സ്മെല്ലിംഗ് സ്വീറ്റ് എന്ന് പറയോ? ഇല്ല. എ റോസ് സ്മെൽസ് സ്വീറ്റ്. അതുപോലെ ഷീ സ്മെൽസ് ദി പ്ലാസ്റ്റിക് റോസ് അല്ല, ഷീ ഈസ് സ്മെല്ലിംഗ് ദി പ്ലാസ്റ്റിക് റോസ്. ഷീ ഈസ് സ്മെല്ലിംഗ് ദി പ്ലാസ്റ്റിക് റോസ് എന്നേ പറയുള്ളൂ. കാരണം എന്താണ്? അവൾ ഇന്റൻഷനലി അതിന്റെ സ്മെല്ല് നല്ലതാണോ ചീത്തയാണോ എന്ന് മണത്ത് നോക്കുകയാണ്. ഇനി അടുത്ത നോക്കിയേ, ടേസ്റ്റ്. ടേസ്റ്റ് അല്ലേ? നമുക്ക് ഓരോന്ന് കാണുമ്പോഴും അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഇപ്പം ഒരു ബേക്കറിയിൽ പോവാണ്, സ്വീറ്റ്സ് ഇരിപ്പുണ്ട്, നമുക്കറിയാം സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അല്ലേ? ഒരു പഫ്സ് കഴിക്കുകയാണ്, പഫ്സ് എന്നാണോ നിങ്ങൾ പറയുക? അത് കഴിക്കുകയാണ്, അതിനെന്താ ടേസ്റ്റ്? എന്താ? സോൾട്ട് ആണോ, സ്പൈസി ആണോ അല്ലേ? ഇനി ചിക്കൻ കാണുമ്പോൾ നമുക്കൊരു ചിക്കൻ എങ്ങനത്തെ ടേസ്റ്റ് ആണ് വരുന്നത്? പാവയ്ക്ക കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബിറ്റർ ആണ് അല്ലേ? കയ്പ്പാണ് പാവയ്ക്ക. എല്ലാവർക്കും ഇഷ്ടമാണോ പാവയ്ക്ക? എനിക്ക് ഇഷ്ടമല്ല പാവയ്ക്ക. സോ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് ടേസ്റ്റിംഗ്. നമ്മൾ ഈ വൈനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, നല്ല ജോബാണ് അല്ലേ? അത് നമുക്ക് ഈ വൈനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അവരെന്തെങ്കിലും സ്മെല്ല് ചെയ്യും, ദെൻ ടേസ്റ്റ് ചെയ്തിട്ട് അതൊരു ജോലിയാണ് ആക്ച്വലി വൈൻ ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ഡിഷൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്റൻഷനലി പോയത് കഴിച്ച് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കും, റൈറ്റ്? സോ ടേസ്റ്റിംഗ് അവിടെ എന്തായി? ഒരു ഫിസിക്കൽ ആക്ഷൻ ആയി. ഷുഗർ ഈസ് ടേസ്റ്റിംഗ് സ്വീറ്റ്. അങ്ങനെ പറയോ? ഷുഗർ എന്താണ്? സ്വീറ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അവിടെ അപ്പം ടേസ്റ്റ് ഒരു സ്റ്റേറ്റീവ് വെർബായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഷുഗർ ടേസ്റ്റ് സ്വീറ്റ്. അപ്പൊ അടുത്ത എന്താണ്? മൈ വൈഫ് ടേസ്റ്റ് ദ സൂപ്പ് അല്ല, ഞാൻ ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാക്കിയ സൂപ്പ് വൈഫ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരിക്കും, എന്താവും എന്തോ ഹസ്ബൻഡിന്റെ കാര്യം. ബട്ട് ലെറ്റ്സ് സീ, മൈ വൈഫ് ഈസ് ടേസ്റ്റിംഗ് ദി സൂപ്പ്. ഇങ്ങനെയാണ് നമുക്കത് എഴുതാൻ പറ്റുക. ഇനി അടുത്ത ആളാരാണ്? അപ്പിയർ ഇല്ലേ? അപ്പിയർ എന്ന് വെച്ചാൽ എന്താ? ടു സീം എന്നാണ് അപ്പിയറിന്റെ അർത്ഥം. അതേസമയം അപ്പിയറിംഗ് എന്ന് പറഞ്ഞ എന്തായി? ടു പബ്ലിഷ് എന്നൊരർത്ഥം എന്തിനുണ്ട്? അപ്പിയറിംഗ് ഉണ്ട്. അപ്പിയർ ടു സീം അതൊരു സ്റ്റേറ്റീവ് വെർബാണ്. അപ്പിയറിംഗ് ആവുമ്പോൾ ടു പബ്ലിഷ് അല്ലെങ്കിൽ ടു കം ഔട്ട് എന്നുള്ള രീതിയിൽ ഒരു മീനിങ് ഉണ്ട്. സോ ഇവിടെ നോക്കിയേ, ദ എക്സാം ഈസ് അപ്പിയറിംഗ് ടു ബി ഡിഫിക്കൽട്ട്. അപ്പിയറിംഗ് ടു ബി ഡിഫിക്കൽട്ട് എന്ന് പറയോ? ഇല്ല. അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ദ എക്സാം അപ്പിയേഴ്സ് ടു ബി ഡിഫിക്കൽട്ട്. ഇനി അടുത്ത് നോക്കിയേ, മൈ ന്യൂ ബുക്ക് അപ്പിയേഴ്സ് അല്ല, ഞാൻ അതുകൊണ്ട് അപ്പിയറിംഗ് ആണ്, കാരണം ടു പബ്ലിഷ് അല്ലേ? മൈ ന്യൂ ബുക്ക് ഈസ് അപ്പിയറിംഗ് നെക്സ്റ്റ് മന്ത് എന്നാണ് നമ്മൾ എഴുതുക. ഇനി അടുത്തത് ഹാവ്. ഹാവ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം അല്ലേ? ഹാവ് നമ്മുടെ ഒരു ഓണിങ്, ഒരു പൊസഷൻ ഒക്കെ കാണിക്കാൻ നമ്മൾ ഹാവ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഹാവ് വേറൊരിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അതെ, നമ്മൾ എന്തെങ്കിലും കഴിക്കുക, കുടിക്കുക, സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. സോ ഹാവ് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഓൺ ചെയ്യുക, പൊസഷൻ കാണിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ എന്ത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും? സ്പെൻഡ് ചെയ്യുന്നത്, ഈറ്റ്, ഡ്രിങ്ക്, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ആരും ഉപയോഗിക്കാം? ഹാവിന് ഉപയോഗിക്കാം. അപ്പൊ ഈ ഓണും പൊസിഷനൊക്കെ ആവുകയാണെങ്കിൽ അത് സ്റ്റേറ്റീവ് വെർബായി. സ്പെൻഡ്, ഈ ഡ്രിങ്ക് ഒക്കെ ആണെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ആക്ഷൻ വെർബായിട്ട് മാറുകയാണ്. ഹി ഈസ് ഹാവിങ് എ ഗ്രേറ്റ് ഫാമിലി എന്ന് പറയോ? ഇല്ല. എന്താ പറയാ? ഹി ഹാസ് എ ഗ്രേറ്റ് ഫാമിലി എന്നായിരിക്കും നമ്മൾ പറയാ. അതുപോലെ നെക്സ്റ്റ് വൺ നോക്കിയേ, ഐ ഹാവ് ലഞ്ച് നൗ. നോ, ഐ ആം ഹാവിങ് ലഞ്ച്. Now I am having lunch now. See, കണ്ടില്ലേ? സോ ഇവരൊക്കെയാണ് എന്ത്? നമ്മുടെ എക്സെപ്ഷൻസ്.
സ്റ്റേറ്റീവ് വെർബുകൾക്ക് ആക്ഷൻ വെർബ് ആവാൻ കഴിയുന്ന 5 പേര്, അത് ഒരേ സമയം സ്റ്റേറ്റീവ് വെർബായി നിൽക്കാനും അതുപോലെ തന്നെ ആക്ഷൻ വെർബ് ആവാനും കഴിയുന്ന 5 പേരെ നമ്മൾ ഇന്ന് പഠിച്ചു. ഈ എക്സെപ്ഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തൊരു എക്സെപ്ഷനും റൂളുമായി വരുന്നത് വരെ എല്ലാവരും തന്നിരിക്കുന്ന 2 എക്സെപ്ഷനും നന്നായി പഠിക്കുക. സോ സ്റ്റേ ട്യൂൺ ടിൽ our next class. Bye.